ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടില്ല. നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അസാധ്യ ടേസ്റ്റാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അങ്ങനെ വലിയ മെനക്കെടൊന്നും ഇല്ല. നമുക്ക് കുറച്ചൊന്ന് പരത്താനും കുഴയ്ക്കാനും ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞിരിക്കണ ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു കിടിലൻ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിത് സ്നാക്കായിട്ടും അതുപോലെ തന്നെ രാത്രിക്ക് ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം അത്ര ഹെവിയാണ്, ഒരു സ്നാക്ക് പോലെ അത്ര ഒരു ലൈറ്റ് ആയിട്ടുള്ളതല്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മൈദ കഴിക്കാത്തവർക്ക് ഗോതമ്പിൽ ചെയ്യാം. പക്ഷെ മൈദയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ 3 കപ്പ് മൈദ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കപ്പില്ലാത്തവർ വേണമെങ്കിൽ 1/2 കിലോ മൈദയൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ആ ഒരു അളവ് തന്നെ ആയിരിക്കും. ഇനി ഇതിലേക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴക്കില്ലേ, അതേപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അതുപോലെ തന്നെ കുറച്ച് ലൂസായിരിക്കണം, ഒരുപാട് ടൈറ്റും ആവരുത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മേലിൽ ഇത്രയൊന്ന് ഓയിലാക്കിയിട്ട് നല്ലപോലെ എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് നമ്മൾ പരത്തിയൊക്കെ വെച്ച് പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം അത്ര സമയമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം എന്ന് പറഞ്ഞാൽ പെരുംജീരകം, അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 തക്കാളി, ഒരു നന്നായി പഴുത്തിട്ടുള്ള തക്കാളി ഉണ്ട്, അതും കൂടി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ അവിടെ മോൻക്ക് കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളക് കുറവേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് തക്കാളി 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഫ്ലെയിം ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലൊന്ന് വിസിലിട്ട് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാലയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്തിട്ടുണ്ട്. കസൂരി മേത്തി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. മസാല നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ ചില്ലി സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അതിന് പകരമായിട്ട് മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്താൽ മതി. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അത് ഏകദേശം 2 കപ്പ് ഉണ്ടാവും നമ്മൾ അളക്കുവാണെങ്കിൽ. അത് ചേർത്തിട്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ആ മസാല നന്നായിട്ട് ഇതിൽ പിടിക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എരിവൊന്ന് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്തോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനത് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. അതോടെ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മാവിനെ നമ്മൾ 4 പീസാക്കി മാറ്റാണ്. ഇത് 4 എണ്ണമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് തന്നെ ഒരാൾക്ക് നല്ലപോലെ വയറ് നിറയാനുണ്ടാവും. കാരണം അത്ര മാത്രം നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് പരത്തിയെടുക്കാൻ പോവാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണ തടവിയിട്ട് വേണം നമ്മളിത് ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പം നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യുന്ന പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ, ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നെയ്യ് മാത്രമായിട്ട് വേണ്ട വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ഈ പേസ്റ്റ് എല്ലാവരും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമുക്ക് നല്ല ലെയർ ആയിട്ട് ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതേ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് നമുക്കിനി പരത്തി കഴിഞ്ഞിട്ടാണ് ആവശ്യമുള്ളത്, ഇപ്പം ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണയാക്കിയിട്ട് പരത്തിയെടുക്കാം. എണ്ണയാക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചപ്പാത്തി റോളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തിയിട്ട് പിന്നെ ഒന്ന് എണ്ണ മേലയിലൊന്ന് ആക്കി കൊടുക്കുക. പിന്നെ കൈ വെച്ചിട്ട് നല്ല പോലെ ഇത് സൈഡ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കീറി പോവാണ്ടിരിക്കാനാണ് നമ്മൾ മേലയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ സൈഡൊക്കെ ഇതാക്കിയിട്ട് ഒന്ന് നല്ലോണം തിന്നാക്കി എടുക്കുക. അപ്പോഴാണ് കുറച്ചും കൂടെ ആ ഒരു ലെയർ നമുക്ക് കിട്ടുക. അപ്പോൾ അതേ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും ചെറുതായിട്ട് കീറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ പരത്തിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ നെയ്യിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ എല്ലാവരുടെയും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്കിത് മടക്കി എടുക്കുമ്പോൾ നല്ല ലെയർ കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കി എടുക്കണം. അപ്പം നമ്മൾ 2 സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ മടക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഭയങ്കര ഷേപ്പ് വേണമെന്നൊന്നുമില്ല, കാരണം നമുക്ക് ഒന്നും കൂടി ഇത് പരത്താനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ 2 സൈഡിൽ നിന്ന് ഒന്ന് മടക്കിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒന്നും കൂടി നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് നമുക്ക് ലെയർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് സ്ക്വയർ ആക്കിയിട്ട് ഒന്ന് മടക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തന്നെ മടക്കാം. ഞാനിപ്പോൾ 2 സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എത്രത്തോളം വലുപ്പത്തിലാക്കാൻ പറ്റും അത്രയും വലുപ്പത്തിലാക്കുക. ഭയങ്കര വലുപ്പം വേണമെന്നൊന്നുമില്ല, ഒരുപാട് തിന്നാവണമെന്നുമില്ല. അപ്പം നമുക്ക് ഇച്ചിരിയും കൂടെ ഒന്ന് വലുപ്പത്തിൽ പരത്താനായിട്ട് ഞാൻ കുറച്ചും കൂടി ഓയിലൊന്നും ആക്കുന്നുണ്ട്. നമുക്കിത് പൊറോട്ടയൊക്കെ ചെയ്യുന്ന പോലെ ഇച്ചിരി ഓയിൽ അധികം വേണം കേട്ടോ. അപ്പോൾ എപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല, എന്നാലും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സമയത്തൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കാരണം അത്ര നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പം നമ്മൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്സ് 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അതിലൊരു പോർഷൻ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കിഴി പിടിക്കുന്ന പോലെ, നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ കിഴി ഉണ്ടാക്കില്ല, അപ്പോൾ അതേപോലെ മേലോട്ടേക്ക് എല്ലാ സൈഡിൽ നിന്നും കിഴി പിടിച്ചെടുത്താൽ മതി. എന്നിട്ടാണ് നമ്മളത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. എവിടെയും നമ്മൾ മസാലയിൽ നിന്ന് പുറത്ത് കാണാത്ത പോലെ വേണം നമ്മൾ മേലോട്ടേക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതല്ലേ, അപ്പം മസാല പുറത്ത് കാണുവാണെങ്കിൽ എണ്ണയിലോട്ട് മസാല പോവും. അതുകൊണ്ടാണ് നന്നായിട്ട് ഇനി പിടിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അത്രയും ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കൈവച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തുറന്നു പോയി എണ്ണയിലോട്ട് അങ്ങനെ ഫില്ലിങ്സ് പോകുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇച്ചിരി വലുപ്പമുള്ള ഒരു ഫ്രൈ പാനാണ് എടുക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്കിത് ഡീപ് ഫ്രൈ ചെയ്യേണ്ടെന്നാണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാനും പറ്റും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പരത്തിയ ഭാഗം ഉണ്ടല്ലോ, അത് അടിയിലേക്ക് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ഭാഗം മേലെ വരണം, അങ്ങനെ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് തിരിച്ചും മറച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ തീ കൂട്ടി വെക്കരുത്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഉള്ളിച്ചിരി വേവാനുള്ളതാണ്. പിന്നെ നല്ല തിന്നായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല വേവാനായിട്ട്. എന്നാലും 2 സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ തിരിച്ചും മറച്ചു വിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നല്ല കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രമേ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിട്ടാണല്ലോ. നമ്മൾ പഫ്സൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കയ്യിൽ പിടിക്കുമ്പോൾ കണ്ടിട്ടില്ല, ഇങ്ങനെ പൊടിഞ്ഞ് താഴോട്ട് പോകുന്ന ആ ഒരു പരമാണ് ഇതിൻ്റെ പുറത്തെ തൊലി ഉണ്ടാവുക. നമ്മൾ നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ. നെയ്യിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും എടുക്കാം കേട്ടോ, അപ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇതേ സംഭവം ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിതേ ഈ പുറത്തെ ആ ഒരു തൊലി ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. അപ്പം നമുക്ക് ഒരെണ്ണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളിൽ നല്ല പോലെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് മസാല വെച്ചതുകൊണ്ട് തന്നെ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നല്ല ഹെവി ആയിരിക്കും.
അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചിക്കന് പകരം ബീഫ് വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.